ശ്രീ തോമസ് ഐസക്, അതായത് ഒരു സാമ്പത്തിക ദർശനത്തിന്റെ ഏറ്റുമുട്ടലാണ്, ഭിന്ന നിലപാടുകളുടെ പ്രശ്നമാണ്, താങ്കൾക്കിത് പൊരുത്തപ്പെടാത്തതിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇപ്പോൾ MSMEകൾ അതിൻ്റെ ലെവലും റേറ്റും കൂട്ടുന്നു. വായ്പകൾ 45 ലക്ഷം യൂണിറ്റുകൾക്ക് വ്യവസായം പുനരാരംഭിക്കാൻ സാഹചര്യമൊരുങ്ങുന്നു. അവർക്ക് കുറെ കൂടി ഉദാരമായി വായ്പ ലഭിക്കാൻ, ഈടില്ലാതെ വായ്പ ലഭിക്കാനൊക്കെയുള്ള സംവിധാനം ഒരുക്കുന്നു. ഈ നിലയിലെല്ലാം രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി വിശദീകരിക്കുമ്പോഴും താങ്കൾ അതിനുശേഷം പറഞ്ഞത് ഇതിൽ അവ്യക്തതയുണ്ട്, പോരായ്മയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് 15 പ്രഖ്യാപനങ്ങളെ ആയിട്ടുള്ളൂ. തുടർന്ന് അങ്ങോട്ട് ഇനി ഓരോ മേഖലയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ആദ്യ ദിവസം തന്നെ ഈ പാക്കേജിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു എടുത്തുചാട്ടമാണോ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കാഴ്ചവെച്ചത്? പാഠം നിരാകരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഡെഫിനേഷനിൽ വരുത്തിയ മാറ്റം, കുറച്ചുകൂടി വലിയ സ്ഥാപനങ്ങളും നമ്മുടെ ചെറുകിട വ്യവസായ മേഖലയുടെ നിർവചനത്തിൽ കൊണ്ടുവരുന്നത്, അവർക്ക് കൂടുതൽ വായ്പ ലഭ്യമാക്കുന്നത്, അവർക്ക് ആരെ എതിർക്കാൻ പറ്റാം. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ തൊഴിലാളികൾക്ക് പണം കൊടുക്കാത്തതിനെ കുറിച്ച് മാത്രമല്ല. എന്താണ് ഇവിടുത്തെ ചെറുകിട വ്യവസായികൾ, സംഘടനകൾ, കേരളത്തിലെ മാത്രമല്ല പുറത്തുള്ളവരും, കേരളത്തിലുള്ള എല്ലാവരുമായിട്ട് സംഘടനകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ഡിമാൻഡ് എന്താണെന്നറിയാം? ഇപ്പോൾ മൊറട്ടോറിയം 3 മാസത്തേക്ക് പ്രഖ്യാപിച്ചു. അത് 3 മാസത്തേക്കും കൂടി നീട്ടിയിട്ടുണ്ട്. അതൊരു വർഷത്തേക്കാക്കണം. ഒരു പക്ഷേ ഈ പാൻഡമിക് ഇങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നീട്ടേണ്ടി വരും. അവരുടെ ഡിമാൻഡ് ഈ മൊറട്ടോറിയം കാലത്തെ പലിശ വേവ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താ? ഇപ്പോൾ 1 വർഷത്തേക്ക് നമ്മൾ മൊറട്ടോറിയം കൊടുത്തു. 1 വർഷം കഴിയുമ്പോൾ ഇതിന്റെ മുഴുവൻ പലിശയുടെ ഭാരം ഇവരുടെ തലവന്നിരിക്കുകയാണ്. ഈ കാലമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് വായ്പ എടുത്തത്? ആ വായ്പയുടെ പൂർണ്ണ ശേഷി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമയമാണ്. അപ്പം അതിൻ്റെ പലിശ എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഈ റീവൈവൽ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഈ പലിശ വേവറാണ്. ഈ കാലഘട്ടത്തിൽ 1-2 ലക്ഷം കോടി രൂപ വരും. അത് മുടക്കാൻ തയ്യാറാണ് നിങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട്, അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതിയോട്. ഇതിനോടൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും ഇതാണ്. അത് ഇവിടെ പരിഗണിക്കപ്പെടുന്നേയില്ല. എന്റെ ഒരു സംശയം ഡോക്ടർ ഐസക്, ബാങ്കുകൾ വഴി ഈ പറഞ്ഞ നിർദ്ദേശം നടപ്പാകണമെങ്കിൽ ഇപ്പോൾ ബാങ്കുകളെ ആശ്രയിച്ച് വായ്പകളിലൂടെ ഈ സംവിധാനങ്ങളെ, MSMEകളെ പുനരുദ്ധരിക്കാനുള്ളൊരു ശ്രമമാണല്ലോ വരുന്നത്. ഈ പറഞ്ഞ പലിശ വേവ് ചെയ്തു കൊടുക്കണമെങ്കിൽ, 1 വർഷത്തെയെങ്കിലും പലിശ വേവ് ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ബാങ്കുകളെ ആ നിർദ്ദേശം നൽകുകയാണോ, ആ ബാങ്കുകളെ സർക്കാർ ആ നിലയിൽ സഹായിക്കുകയാണോ വേണ്ടത്? അല്ല, സർക്കാർ നൽകണം പണം. ബാങ്കിന്റെ മേൽ കെട്ടിവെക്കാന്നുള്ളതല്ല. സർക്കാരും ബാങ്കും തമ്മിൽ ചേരാം. കാരണം വെച്ചാൽ സർക്കാരിന്റെ സഹായം ഇത് മുഴുവൻ NPA ആണ്. അതുകൊണ്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പലിശ കട്ടുണ്ടെങ്കിലും ബാക്കി സർക്കാർ സഹായിച്ചാൽ അവർക്ക് ഈ പലിശ വേവർ കൊടുക്കാൻ പറ്റും. സർക്കാർ എങ്ങനെ ചെലവാക്കണമെന്ന് എന്റെ വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേണമെങ്കിൽ എണ്ണി പറയാൻ കേട്ടോ, ഓരോ ഇനത്തിലുമായിട്ട് ബഡ്ജറ്റിൽ നിന്ന് ഏറിയാൽ 30,000 കോടി രൂപ മാത്രമാണ് ഇതിലേക്ക് ചെലവഴിക്കാം സർക്കാർ. ബാക്കി മുഴുവൻ ബാങ്കുകാർ കൊടുക്കേണ്ടത് ബാക്കിയുള്ള ഏജൻസികൾ വഴിയുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്ന് പോകുന്നത് 30,000 കോടി രൂപ മാത്രമാണ്. ഇങ്ങനെയാണ് 20 ലക്ഷം കോടി രൂപയുടെ സ്റ്റിമുലസ് പാക്കേജ് എങ്കിൽ അത് ഏറ്റവും യാഥാസ്ഥികമായിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് യഥാർത്ഥത്തില് മെയ് 6 എക്കണോമിക് അഡ്വൈസർ ഉണ്ടല്ലോ, നമ്മുടെ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം, അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം കോടി രൂപയെ അതൊന്നും ചെലവാക്കാൻ, അതൊന്നും ഒരു നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിക്ക് യോജിച്ച ഒരു കാര്യമല്ല. അമേരിക്ക പോലും 13% എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ 6.5% വരത്തുള്ളൂ. അതുപോലൊരു പരിപാടിയാണോ ഈ 20 ലക്ഷം കോടി രൂപ എന്ന് സംശയിപ്പിക്കുന്നതാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിമർശനം. ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോ ഇതില്
ഈ ബാങ്കുകളല്ലേ വായ്പ കൊടുക്കേണ്ടത്? 3 ലക്ഷം കോടി രൂപ ബാങ്കുകൾ കൊടുക്കോ? മാർച്ച് മാസത്തില് 1 ലക്ഷം കോടി രൂപ ബാങ്കുകൾക്ക് കൊടുത്തു റിസർവ് ബാങ്ക് 5.5% പലിശക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി. മാർച്ച് മാസം ഏപ്രിൽ മാസത്തിൽ 4.4% പലിശക്ക് വീണ്ടും 1 ലക്ഷം കോടി കൊടുത്തു. ഈ മെയ് മാസം ആദ്യം ഈ ബാങ്കിൽ ചെയ്തെന്താണെന്നറിയാമോ? 8.5 ലക്ഷം കോടി രൂപ 3.5% ഇന്ത്യ ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ കൊണ്ട് റിസർവ് ബാങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റിന് കൊണ്ട് നിക്ഷേപിച്ചു. പണം തള്ളിയിട്ടേ വായ്പ കൊടുക്കാൻ തയ്യാറ്. പണം ഇല്ലാത്തതല്ല, ലിക്വിഡിറ്റി ഇല്ലാത്തതല്ലെന്ന്. ഈ പണമായിട്ട് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ ഇത് സൂക്ഷിക്കാനോ ഓരോ ബാങ്കും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ 3 ലക്ഷം കോടി വായ്പ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ചെന്നു കഴിഞ്ഞാലും വായ്പയുള്ള കാര്യം നടന്നില്ലല്ലോ. 2 ലക്ഷം കൊടുത്തിട്ട് നടന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് അവരെ പലിശ വേവിയ ഡയറക്റ്റായിട്ട് അവർക്ക് ധനസഹായം നൽകുക. അതിന് പകരം ബാങ്ക് തുടങ്ങും എന്ന് തീരുമാനിച്ചാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല.